ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്തുണ്ടായ ചാവേർ സ്ഫോടനം NIA അന്വേഷിക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് ഉന്നതതല കൂടിയാലോചനകൾ തുടരുകയാണ്. ലക്നൌവിൽ UP പോലീസുമായി ചേർന്ന് ജമ്മു കാശ്മീർ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഫരീദാബാദ് സംഘത്തിലെ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഡോക്ടർ ഷഹീൻ, ഡോക്ടർ മുസമ്മിൽ, ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നിവർ ജോലി ചെയ്തിരുന്ന ഫരീദാബാദ് അൽഫല സർവകലാശാലയിൽ ഡൽഹി പോലീസും പരിശോധന നടത്തുകയാണ്. ഇവിടെ 6 പേരെ അറസ്റ്റ് ചെയ്തു. വെള്ളക്കോളർ ഭീകര സംഘത്തിന്റെ പ്രധാന ആസൂത്രകൻ ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മുൻ ഫാർമസിസ്റ്റ് മൗലവി ഇർഫാൻ എന്ന അന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടി. അതേസമയം ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച I-20 കാർ പെട്രോൾ പമ്പിൽ നിന്ന് ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതിനുശേഷം ഇത് പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകുന്നു. പാർക്കിംഗ് സ്ലോട്ടിൽ 3 മണിക്കൂറോടെ കിടക്കുന്നു. അതിനുശേഷമാണ് ലാൽക്കില മെട്രോ ഗേറ്റ് നമ്പർ 1 മുന്നിൽ അത് പൊട്ടിത്തെറിക്കുന്നത്. 3 പേർ ഈ കാറിൽ ഉണ്ടായിരുന്നു എന്ന സൂചന ആ സമയം വന്നിരുന്നതാണ്. പിന്നീട് അത് ഡോക്ടർ ഉമറിലേക്ക് ചുരുങ്ങി. അതോ ഡോക്ടർ ഉമർ മാത്രമാണോ അതോ 3 പേരും ഉണ്ടായിരുന്നോ ഈ കൊല്ലപ്പെട്ടവരിൽ എന്ന കാര്യം ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവട്ടെ. അതിനിടെ ഫരീദാബാദ് സെക്ടർ 56 നിന്ന് 50 കിലോയോളം സ്ഫോടക വസ്തു ഇന്ന് പിടിച്ചെടുത്തു. സ്ഫോടനത്തിന് പിന്നിലെ ജെയ്ഷെ മുഹമ്മദ് എന്നാണ് സംശയം. ബൽറാം നെടുങ്ങാടിയും വിനിത VG, R അച്യുതൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു. 4 പേർ MG പ്രദേശും ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം, ഇന്ന് ഇതുവരെയുള്ള വിവരങ്ങൾ നോക്കിയാൽ രാവിലെ മുതൽ തന്നെ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്, തിരക്കിട്ട യോഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അന്വേഷണ ഏജൻസികൾ 4 പാടും അതിൻ്റെ ഏറ്റവും മൈന്യൂട്ട് വിവരങ്ങൾ ശേഖരിക്കാനുള്ള വലിയ തിടുക്കത്തിലും തിരക്കിലുമാണ് രാവിലെ മുതൽ തന്നെ. ഇന്ന് രാവിലെ മുതൽ ഈ 4 മണി വരെ എത്തി നിൽക്കുമ്പോഴുള്ള അന്വേഷണ വിവരങ്ങളെ സമ്മറൈസ് ചെയ്താൽ എന്താണ് പറയാനുള്ളത് ബൽറാം? ഹഷ്മി, ഈ സ്ഫോടനമുണ്ടായി ഏതാണ്ട് 24 മണിക്കൂർ, ഒരു ദിവസം പിന്നിടാൻ പോകുന്നു. എന്നാൽ അന്വേഷണ ഏജൻസികൾ ഈ സ്ഫോടനത്തിന്റെ അന്വേഷണത്തിൽ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഇത് ഒരു സ്ഫോടനമാണ്, ഭീകരവാദി ആക്രമണമാണ് എന്ന് വാക്കുകളിലൂടെ സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും അത് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രവൃത്തിയിലൂടെ. NIA അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. NIA അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് കെട്ടിമറച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ. എങ്കിലും അവിടെ ഇതിനകത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള വലിയ സംഘം അന്വേഷകർ ഉണ്ട്. ഇപ്പോഴും ഏതാണ്ട് 2 മിനിറ്റ് മുമ്പ് പോലും പുതിയ സംഘങ്ങൾ, 2 പുതിയ വിദഗ്ധർ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു, ഉപകരണങ്ങളുമായി എത്തിച്ചേർന്നിരുന്നു. ഈ പ്രദേശത്തു നിന്നും ലഭ്യമാകുന്ന പരമാവധി തെളിവുകൾ, അത് നുള്ളിയെടുക്കാൻ കഴിയുന്ന അത്രയും വലിപ്പമുള്ള തെളിവുകളാണെങ്കിൽ പോലും ശേഖരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. സമീപത്ത് ഏതാണ്ട് 300 മീറ്ററോളം അകലെ വരെ തെരച്ചിൽ നടത്തിയിരുന്നു. ചെറിയ വസ്തുക്കൾ പോലും അവ പെറുക്കിയെടുത്ത് ശേഖരിച്ച് പരിശോധനയ്ക്കായി അയക്കാനുള്ള തീരുമാനത്തിലാണ് ഈ ഫോറൻസിക് സയൻസ് സംഘം ഉള്ളത്. ഒപ്പം തന്നെ ഡൽഹി പോലീസിന്റെ സംഘവും NIAയും NSG സംഘവും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. NIA സംഘം ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് 18 മണിക്കൂറായി ഈ പ്രദേശത്ത് എത്തി പരിശോധനകൾ നടത്തി വരികയാണ്. കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പരിശോധനയിലൂടെ ഏറെ ദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു രാജ്യത്തിന് പുറമേ നിന്നുള്ള കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിച്ചു എന്ന് തന്നെയാണ് NIA അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ വ്യക്തമാകുന്നത്. എന്നാൽ അത് ഏത് തരത്തിലാണ് അത് പ്രവർത്തിച്ചത്, ഈ സ്ഫോടക വസ്തുക്കൾ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ശേഖരിച്ചതാണോ പുറമേ നിന്ന് എത്തിച്ചതാണോ എങ്കിൽ അതിന് എങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിർണായകമായ ഈ ഭീകരവാദ സംഘാംഗങ്ങളെ ഒന്നിപ്പിച്ച കണ്ണികൾ ഏത്, അതിൻ്റെ വഴി ഏത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. വിവിധ ഏജൻസികൾ, ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഒപ്പം തന്നെ ആണ് 4 സംസ്ഥാനങ്ങളിലെ പോലീസ്, ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളും ഒന്നിച്ചാണ് ഈ ഒരു സ്ഫോടനത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. നിർണായകമായ യോഗങ്ങളും ഡൽഹിയിൽ ഇന്ന് നടന്നിരുന്നു. ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു യോഗം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല അവലോകന യോഗം ഇന്ന് രാവിലെ 11 മണിക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ ചേർന്നു. അതിൽ ആഭ്യന്തര
സെക്രട്ടറി, കൂടാതെ വിവിധ ഏജൻസി തലവന്മാർ, ജമ്മു കശ്മീർ പോലീസിന്റെ DGP അടക്കമുള്ളവർ ഈ യോഗത്തിന്റെ ഭാഗമായി. തുടർന്ന് പ്രാഥമികമായ പരിശോധനയിൽ ലഭ്യമായ വിവരങ്ങൾ, അവയുടെ അവലോകനം ആണ് നടന്നത് ആ യോഗത്തിൽ. അതിനുശേഷമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ മറ്റൊരു ഉന്നതതല യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഒപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്കോളയിൽ നിന്നും ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ഫോണിലൂടെ തേടിയിട്ടുണ്ട്. കൂടാതെ ഏറ്റവും നിർണായകമായ യോഗം നടക്കാൻ പോകുന്നത് നാളെ വൈകിട്ട് 5:30 സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ യോഗമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ആ യോഗത്തിൽ ആയിരിക്കും ഇന്ന് നടക്കുന്ന 2 യോഗങ്ങളുടെയും അവലോകനം, അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തുടർ നടപടികൾ, ഈ ഒരു ഭീകരവാദം എന്ന കണക്കാക്കിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിനെ ഏത് തരത്തിൽ രാജ്യം നേരിടണം എന്നതിൻ്റെ തീരുമാനം നാളത്തെ ഈ മന്ത്രിസഭാ യോഗത്തിൽ, സുരക്ഷാകാര്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകും. ഔപചാരികമായ ഈ ഒരു സംഭവത്തിൻ്റെ ഉത്തരവാദിത്തമാർക്ക്, ഇത് ഭീകര പ്രവർത്തനമാണോ അട്ടിമറിയാണോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ അതിനുശേഷം മാത്രമായിരിക്കും ഔപചാരികമായി ഉണ്ടാവുക എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ അത്യന്തം ഗൗരവത്തോടെ കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ ഏത് തരത്തിൽ കണ്ടോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതേ ഗൗരവത്തോടെ, അതേ ദിശയിൽ, അതേ തീവ്രതയോടെ ഈ ഒരു ആക്രമണത്തെയും അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെയും കണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് നേതൃത്വം ഉള്ളത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ തരത്തിലുള്ള സന്ദേശമാണ് ഇന്ന് നടന്ന യോഗത്തിൽ, അവലോകന യോഗത്തിൽ വിവിധ ഏജൻസികളുടെ തലവന്മാർക്ക് നൽകിയിരിക്കുന്നത്. അത്യന്തം ഗൗരവതരമായ അന്വേഷണം പല വഴിക്ക് പുരോഗമിക്കുകയാണ്. ഡൽഹി പോലീസിന്റെ 500 അംഗ സംഘം, അതിൽ സ്പെഷ്യൽ SP-മാർ ഉൾപ്പെടുന്ന വലിയൊരു അന്വേഷണ സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ അന്വേഷണ സംഘം നാടിന്റെ 4 ഭാഗങ്ങളിലും, ഡൽഹി മാത്രമല്ല പല സ്ഥലങ്ങളിലും അവർ തിരയുന്നുണ്ട്. ആരാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നതിനെ പറ്റിയുള്ള ചില സൂചനകൾ അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.